എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു അനുഭവമാണ് ഞാനിന്നിവിടെ പറയുന്നത്. അത് അവൾ എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവതരിപ്പിക്കുന്നു. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആർക്കും അറിയാത്ത ഒരു കിറുക്കുണ്ടായിരുന്നു. വെള്ളത്തിനോട് സംസാരിക്കുക. വെള്ളത്തിനോടെന്ന് പറയുമ്പോൾ കുടിക്കുന്ന വെള്ളത്തിനോടല്ല, ആറുകൾ, തോടുകൾ എന്നിവയിലെ വെള്ളത്തിനോട്. അതാകുമ്പോൾ ഒഴുകുന്നുണ്ടല്ലോ. അന്നൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നത് അതിന് ജീവനുള്ളത് കൊണ്ടാണ് അത് ഒഴുകുന്നത് എന്നാണ്. ആ വിശ്വാസമാണ് അവയോട് സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്. സംസാരമെന്ന് പറയുമ്പോൾ വെറും സംസാരമല്ല, ഹൃദയത്തിൽ തട്ടിയുള്ള സ്നേഹം എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിൽ നിന്നും ഉണ്ടായ ഒരു സംസാരം. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ശീലം അതിൻ്റെ പീക്കിലെത്തി. കാരണം അന്നൊക്കെ ഒന്നാം ക്ലാസ്സിന് രാവിലെ മുതൽ ഉച്ച വരെയും രണ്ടാം ക്ലാസ്സിന് ഉച്ച മുതൽ വൈകിട്ട് വരെയുമാണ്. ഞാൻ പോകുന്ന വഴിയിൽ ഒരാറുണ്ട്. കൈവരികളില്ലാത്ത ഒരു കുഞ്ഞു പാലം, അത് കടന്നു വേണം സ്കൂളിൽ പോകാൻ. അധികമാരും ഇല്ലല്ലോ, ആളില്ലല്ലോ, കൃഷി. എല്ലാ കഥയും ഞാൻ അതിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്തുണ്ടായ എല്ലാ സംഭവങ്ങളും ആ ആറുമായി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, മറച്ചു വയ്ക്കാൻ അങ്ങനെ ഒന്നുമില്ല. കാരണം അത്തരത്തിൽ എനിക്ക് ഷെയർ ചെയ്യാൻ വേറെ ആരുമായി ഞാൻ അങ്ങനെ ഷെയർ ചെയ്യില്ലായിരുന്നു. ഈ ആറിനോടാണ് ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്തിരുന്നത്. ഒരു ദിവസം ഇതെങ്ങനെയുണ്ട്, ക്ലാസ്സിലറിഞ്ഞു. പിള്ളേർ കളിയാക്കി. അന്ന് ഞാൻ പറഞ്ഞ മറുപടി, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ കുട്ടിയല്ല. എന്തിനാണ് ഞാൻ ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അവർ കളിയാക്കില്ല എന്ന് ഞാനെന്ന കുട്ടി വിശ്വസിച്ചിരുന്നിരിക്കണം. പക്ഷേ ഫലമൊന്നുമില്ല. കളിയാക്കലുകൾ കൂടി 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 ശരിക്കും എന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലോട്ട് കടന്നു. അത് സഹിക്കാൻ പറ്റാതായപ്പോൾ ആ ശീലം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഈ സംഭവം കഴിഞ്ഞ് ഒരു 2-3 ആഴ്ചയായി കാണണം. സ്കൂളിൽ പോകാൻ ലേറ്റായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഓടുകയാണ്. ഓടി 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 പാലത്തിലോട്ട് വന്നു കയറിയപ്പോൾ, ഓടാതെ പോമോളെ എന്നൊരു ശബ്ദം. പുരുഷൻ്റെ ശബ്ദമാണ്, മനോഹരമായ ശബ്ദമാണ്. ചുറ്റും നോക്കി, അവിടെയൊന്നും ആരുമില്ല. ഈ പാലത്തിനടിയിൽ ആരെങ്കിലും ഇരിക്കുവാണോ? അവിടെ നോക്കി, ഇല്ല. ഈ വെള്ളത്തിൽ ആരെങ്കിലും മുങ്ങിക്കിടക്കുവാണോ? ഇല്ല. ആരും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ പേടിച്ചു. വീണ്ടും ഓടാൻ ശ്രമിച്ചപ്പോൾ, നിന്നോടല്ലേ പറഞ്ഞത് ഓടാതെ പോവാൻ? അലർച്ചയായിരുന്നു, അലർച്ച. പിന്നീട് അങ്ങോട്ട്
ആ പാലം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല, സ്കൂൾ വരെയും ഞാൻ പതുക്കെ പതുക്കെയാണ് പോയത്. സാറ് വഴക്ക് പറഞ്ഞാൽ എനിക്കെന്താ, ടീച്ചർ വഴക്ക് പറഞ്ഞാൽ എനിക്കെന്താ, സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടാൽ എന്താ കുഴപ്പം? അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ പോയത്. തിരിച്ച് വൈകുന്നേരം വന്നപ്പോൾ ഈ സംഭവം എനിക്ക് ഓർമ്മ പോലുമില്ല, മറന്നുപോയി. ഇത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞു. എത്ര ദിവസം എന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. തൊട്ട് മുമ്പത്തെ പെരുന്നാളിനെടുത്ത വയലറ്റ് കളർ ഉടുപ്പും ചന്ദന കളറിൽ വയലറ്റ് കളർ പൂക്കളുള്ള ഒരു ഹാഫ് പാവാടയും ഇട്ടുകൊണ്ടാണ് ഞാൻ അന്ന് പോയത്. ഞാൻ വളരെ സന്തോഷത്തിലാണ് അന്ന് വന്നത്. പാട്ട് പാടിയാണ് ഞാൻ വരുന്നത്. കാരണം ആ പാട്ട് എനിക്കന്ന് ക്ലാസ്സിൽ പാടണം. എല്ലാവരെ കൊണ്ടും ടീച്ചർമാർ പാട്ട് പാടിപ്പിക്കും. അപ്പം ഇന്ന് പാടേണ്ടത് ഞാനാണ്. ആ പാട്ട് ഏതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. മാമിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. ഈ പാട്ടാണ് പാടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. വന്ന് പാലത്തിലോട്ട് കയറി. സുന്ദരിയാണല്ലോ. അന്ന് കേട്ട അതേ ശബ്ദം. പക്ഷേ ഇപ്പോഴെന്തോ പേടി തോന്നിയില്ല, ഒരു അത്ഭുതവും തോന്നുന്നില്ല. പക്ഷേ ഞാൻ വക വയ്ക്കുന്നില്ല, വീണ്ടും നടക്കുന്നു. സുന്ദരിക്കുട്ടി, എൻ്റെ സുന്ദരിക്കുട്ടി. വെളുപ്പാണ്, തോനെ മുടിയുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ കാണാൻ സുന്ദരിയായ ഒരു കുട്ടി ആയിരുന്നില്ല ഞാൻ. എന്നാലും പറഞ്ഞപ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, പാലം കഴിഞ്ഞ് അങ്ങോട്ട് ഞാനിത് ആ പാട്ടിലോട്ടായിരുന്നു അന്നത്തെ ശ്രദ്ധ മുഴുവനും. അതുകൊണ്ട് ഇത് വലിയ കാര്യമാക്കി എടുത്തില്ല, ഞാനതങ്ങ് പോയി. ഈ സംഭവത്തെക്കുറിച്ച് എനിക്കിപ്പോഴും ഒരു വ്യക്തതയില്ല. ഒന്നുകിൽ നിഷ്കളങ്കമായി അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഹൃദയം കൊണ്ട് നമ്മൾ ഒന്നിനെ സ്നേഹിച്ചാൽ ആ സ്നേഹം നമ്മളിലേക്ക് തിരിച്ചു വരും എന്ന അത്ഭുതം അവിടെ നടന്നതാവാം. ഞാൻ അത്രയ്ക്ക് ആളുകളെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അവയെന്നെ സ്നേഹിച്ചതാവാം. അല്ലെങ്കിൽ ആറുകളോട് സംസാരിക്കുക എന്ന എൻ്റെ ശീലത്തെ, വളരെ നാളായുള്ള എൻ്റെ ശീലത്തെ പെട്ടെന്ന് എൻ്റെ മനസ്സിന് ഇഷ്ടമില്ലാതെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആ ശീലം ആവർത്തിക്കാൻ വേണ്ടി, തുടരാൻ വേണ്ടി എൻ്റെ മൈൻഡ് നടത്തിയ നാടകവും ആവാം. മേ ബി. എന്തു തന്നെയായാലും അങ്ങനൊരു സംഭവം നടന്നു എന്നത് സത്യമാണ്. അന്ന് എന്നോട് സംസാരിച്ചത് ഭൂതമായാലും കൊള്ളാം, പ്രേതമായാലും കൊള്ളാം, എൻ്റെ മനസ്സിൻ്റെ തോന്നലായാലും കൊള്ളാം. അതിനു മുമ്പ് അത്രയും സ്നേഹത്തോടെ മോളെ എന്ന് വിളിച്ച് എന്നോട് ആരെങ്കിലും സംസാരിച്ചതായി എൻ്റെ ഓർമ്മയിൽ ഇല്ല.